ഈ ജനങ്ങളുടെ പ്രതീക്ഷയെക്കുറിച്ചാണ്. ജനങ്ങൾക്ക് കുന്നോളം പ്രതീക്ഷയാണ് ഈ സർക്കാരിനെ കുറിച്ചുള്ളത്. അത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ അമിതമായ സുരക്ഷാ സന്നാഹങ്ങൾ അതിൽ അയവ് വരുത്തുന്നു എന്ന കാര്യം, ജനങ്ങൾക്കായി സെക്രട്ടേറിയറ്റ് തുറന്നിടുന്നു എന്ന കാര്യം, അതോടൊപ്പം ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പാക്കുമെന്ന കാര്യം, അങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ. ഇതുകൂടാതെ തന്നെയാണ് ഈ മന്ത്രിമാരെക്കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതീക്ഷയും. പ്രത്യേകിച്ച് ഈ വകുപ്പ് വിഭജനമൊക്കെ പൂർത്തിയായപ്പോൾ പല വകുപ്പുകളിലും യുവാക്കൾക്ക് അത് പ്രാമുഖ്യം നൽകിയതൊക്കെ, അതിൻ്റെ ചുമതല നൽകിയതൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ജനം ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ഇനി എന്ത് ചെയ്യും, മുഖ്യമന്ത്രി ഇനി എന്തായിരിക്കും തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ചില ആശങ്കകളുമുണ്ട്. അത് ഈ മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കങ്ങൾ, അതിനുശേഷം ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് DCC പ്രസിഡന്റുമാരുടെ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഈ ഗ്രൂപ്പിസം വീണ്ടും തലപൊക്കും എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട്. അത് ഇപ്പോൾ തന്നെ ഇതിനകം തന്നെ ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ നിരവധി നേതാക്കൾ എത്തുന്നുണ്ട്. അത് ഭരണത്തെ ബാധിക്കുമോ എന്ന കാര്യമാണ് ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അറിയേണ്ട കാര്യമുള്ളൂ. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ അത് ആ പാർട്ടിക്കുള്ളിൽ അവസാനിക്കുമോ അതോ ഭരണത്തെ അത് ബാധിക്കുമോ എന്നതൊക്കെ ഇനി കണ്ടറിയാനിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ചില സൂചനകൾ ഇതിനകം വന്നിട്ടുണ്ട്. അത് ആ മുഖ്യമന്ത്രി തർക്കം മുതൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതെങ്ങനെ ഇനി ഈ പ്രശ്നങ്ങളെ മുഖ്യമന്ത്രി അതിജീവിക്കാൻ കഴിയും, ഈ സമ്മർദ്ദ ഗ്രൂപ്പുകളെ. ഇതിനകം നമുക്കറിയാം, അത് ഈ MLA-മാരുടെ കണക്കെടുപ്പിൽ കൂടുതൽ പേർ KC വേണുഗോപാൽ പക്ഷക്കാരാണ്. അത് കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരാണ്. മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവരായി ന്യൂനപക്ഷവും, അതോടെ പാർട്ടിയിൽ അതായത് MLA-മാരിൽ ന്യൂനപക്ഷവും, അതേസമയം പൊതുസമൂഹത്തിൽ വിപുലമായ പിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ ഹൈക്കമാൻഡ് ആ തീരുമാനത്തിലേക്ക് എത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച കാര്യം. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കുള്ളിൽ ആ KC ഗ്രൂപ്പിൻ്റെയും രമേശ് ചെന്നിത്തല ഗ്രൂപ്പിൻ്റെയും ഒക്കെ, അതോടൊപ്പം തന്നെ പഴയ A ഗ്രൂപ്പിൻ്റെയും ഒക്കെ അവരുടെ സമ്മർദ്ദത്തെ എങ്ങനെ മുഖ്യമന്ത്രിക്ക് അതിജീവിക്കാൻ കഴിയുമെന്നതും ഇനി വരാൻ പോകുന്ന ഭരണത്തിൽ, ഇപ്പോൾ നടക്കുന്നതും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നാളുകളിൽ കേരളം അത് കണ്ടറിയേണ്ടതുമായ കാര്യങ്ങളാണ്.